ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 294 പോയിന്റും S&P 34 പോയിന്റും നസ്ഡാക്ക് 96 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി 30 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിന് ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. ഡേ ചാർട്ടിൽ ഇന്നത്തെ ക്യാൻഡിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ്. ഇല്ല, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ വന്നു. വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഇന്നലത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു എൻഗൾഫിങ് ആണ്, ബെയറിഷ് എൻഗൾഫിങ് പാറ്റേൺ ആണ്. മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയൊരു ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും അതിനർത്ഥം എന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ്. പക്ഷേ മാർക്കറ്റ് ഷോർട്ട് ടൈമിലോട്ട് ഒരു റീട്രേസ്മെൻറ്റിന് വരുവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷാണ്. റിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വിങ് ലോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. അതിനപ്പുറത്ത് മാർക്കറ്റിൽ പാനിക്കായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിലോട്ട് പോകാം. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് 25,616 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരേക്കും ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻട്രാഡേയിൽ ഇന്നലത്തെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് റോങ് ആയിരുന്നു. ഞാൻ കരുതിയത് ഫസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുമെന്ന് വിചാരിച്ചാണ്. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുമെന്ന് കരുതിയതാണ്. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഈ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് നേരെ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇന്നത്തെ ലെവൽസ് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇവിടെ ഈ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കിട്ടിയ ഒരു ലെവലെന്ന് പറയുന്നത് ഇവിടെയാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഫുള്ള് ഒരു 2-3 ദിവസം കൊണ്ട് മാർക്കറ്റ് അങ്ങ് കയറിപ്പോയി. പക്ഷേ മാർക്കറ്റ് ഒരു ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലെത്തിയിട്ട് ഈ ഒരു ഏരിയ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നു, അവിടെ നിന്ന് ബൈയിങ് പ്രഷർ വരുന്നു, വീണ്ടും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നു, വീണ്ടും അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ കൊടുത്തു. അപ്പം അവിടെ ഒരു പാനിക് സെല്ലിംഗ് ഇല്ല. കാരണം അവിടെ ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവാണ്. ഈ ഒരു ലെവലിൽ ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ പ്രീ മാർക്കറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഒരു സെല്ലേഴ്സ് ഏരിയയിലാണ്. അവിടെ ഒരു പ്രോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പ്രോ ഗ്യാപ്പിൻ്റെ താഴെ സെല്ലേഴ്സ് ഏരിയ ആണ്. അപ്പം സെല്ലേഴ്സ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ് അവിടെ നിന്ന് മുകളിലോട്ട് പോകണോ താഴോട്ട് വരണമെന്ന്. കാരണം അവിടെ സെല്ലേഴ്സും ബയ്യേഴ്സും ഈക്വലായിട്ട് സെല്ലേഴ്സ് അവിടെ നിന്ന് മാർക്കറ്റിനെ താഴെ കൊണ്ടുവരുന്നു, ബയ്യേഴ്സ് ഒരു പുൾ ബാക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും സെല്ലേഴ്സ് അവിടെ ആക്റ്റീവാണ്. അപ്പോൾ മാർക്കറ്റ് ഇതൊരു ബെയറിഷോ അല്ലെങ്കിൽ പാനിക് സെല്ലിങ്ങോ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു ഡിസിഷൻ പെൻഡിങ് ആണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും കുതിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു വ്യൂ അനുസരിച്ച് ഒരു ഷോർട്ട് ടൈം ഒരു റീട്രേസ്മെൻറ്റിലോട്ട് പോകുന്ന ഒരു പോക്കാണ്. എവിടെ നിന്നാണോ നല്ലൊരു ബൈയിങ് പ്രഷർ വരുന്നത് അവിടെ ഏറ്റവും നല്ല ശക്തമായിട്ട് മാർക്കറ്റിലൊരു പുൾ ബാക്ക് മുകളിലോട്ടൊരു റാലി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ സ്വിങ്ങായി ചെറിയ സ്വിങ്ങുകളാണ് ഉണ്ടാകുന്നത്. ചെറിയ സ്വിങ്ങുകൾ ഉണ്ടായി എവിടെ നിന്നാണോ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു റാലി പ്രതീക്ഷിക്കാം. അപ്പം എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു റാലി പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള ലെവൽസ് നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവൽസൊക്കെ എന്ന് പറയുന്നത് മുകളിലോട്ട് ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. $24,671 അതായത് പ്രീവിയസ് ഹൈ ഒരു 15 മിനിറ്റിൽ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്ന് 15 മിനിറ്റിൽ മാർക്കറ്റിലൊരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ ഒരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ
മുകളിലോട്ട് എൻട്രി നോക്കാം. മാർക്കറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പ് സൈഡിലോട്ടായിരിക്കും. അതായത് 24,667 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മാർക്കറ്റ് ഇതിനിടയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 25,667 ആണ്. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്ത ഒരു ലെവലെന്ന് പറയുന്നത് 25,700 ആണ്. സോറി, ഞാൻ ഈ ലെവല് ഒരുപാട് മുകളിലോട്ടായിപ്പോയി. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. അതായത് ഇവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത ഏരിയ ആണ്. ഈ ഒരു കൺസോൾഡേറ്റ് ചെയ്ത ഏരിയയിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, 25,612 ഏരിയയിൽ മുകളിലോട്ട് 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,700. ടാർഗറ്റ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 25,800. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീടെസ്റ്റിന് താഴോട്ട് വരും. ആ ഒരു ഏരിയയിലോട്ട്, കൺസോൾഡേറ്റ് ചെയ്ത ഏരിയയിലോട്ട്. അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു പുൾ ബാക്ക് വരും. പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,800 ആയിരിക്കും. അതായത് 25,612 മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് ഒരു റാലി നടത്താൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 25 400 നോക്കട്ടെ, 487 487 478. താഴോട്ട് 478 ഒരു 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 400 404 405 ഏരിയ. ഇത് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 316. ഇതിനിടയ്ക്ക് മാർക്കറ്റ് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു റീട്രേസ്മെൻറ്റിന് മാർക്കറ്റ് താഴോട്ട് വരുന്നതാണ്. മാർക്കറ്റ് ഇത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു റീടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട്. 25,300 350 ഏരിയ, 25,300 350 ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക്. ഇതുവരേക്കും മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും വരും ദിവസങ്ങളിൽ ഒരു പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെവല് ശ്രദ്ധിക്കുക. 25,300 350 ഏരിയ ശ്രദ്ധിക്കുക. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഇന്നലത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് FIS സെല്ലിംഗ് ആയിരുന്നു 832 കോടിക്ക്, DIS 3,497 കോടിക്ക് ബയ്യിങ് ആണ് സ്റ്റോക്ക്. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS പൊസിഷൻ ഒരുപാട് കുറച്ചിട്ടുണ്ട് ഇന്നലെ. ഏകദേശം കോൾ ഓപ്ഷൻ 3,778 ക്വാണ്ടിറ്റി സെല്ലിങ്ങും 17,345 ക്വാണ്ടിറ്റി ബയ്യിങ്ങുമാണ്. ഫ്യൂച്ചേഴ്സും സെല്ലിങ് അവർ പൊസിഷൻ അങ്ങനെ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മിക്കവാറും അവർ ബയ്യിങ്ങിലോട്ട് കടക്കാൻ സാധ്യതയുണ്ട്. പ്രോയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.68 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.43 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബയ്യിങ് ആണ്. ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റാണ്. ക്ലൈൻറ്റും ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റാണ്.
ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.64 ലാക്ക് ക്വാണ്ടിറ്റി, കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് 1.7 ലാക്ക് ക്വാണ്ടിറ്റി. മാർക്കറ്റ് ഇന്നൊരു സൈഡ് വൈസിനുള്ള സാധ്യതയുണ്ട്, കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്നൊരു തിരിച്ചൊരു റാലിക്കുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു റാലിക്കുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ മാർക്കറ്റിൽ ഈ ലെവല് രാവിലെ തന്നെ നമുക്കൊരു റിജക്ഷൻ വന്നതാണ്. ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്നു. ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു പുൾ ബാക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് കിട്ടിയെങ്കിലും ഏകദേശം 25,600, 621 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് 25,600 റിജക്ഷൻ ആയിരുന്നു. പക്ഷേ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ ഒരു ഹൈ വന്നതുകൊണ്ട് ഞാൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് കരുതിയതാണ്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് വലിയൊരു ഫോളിലോട്ട് പോയി. ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ 2 ലെവൽസേ വരച്ചിട്ടുള്ളൂ. 2 ലെവൽസ് വരയ്ക്കാൻ കാരണമെന്ന് പറയുന്നത്, എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിങ്, ഒരു ചെറിയൊരു പോസിറ്റ്, ഒരു ഗ്യാപ്പ് അപ്പോ ആണെങ്കിൽ മാർക്കറ്റ് മിക്കവാറും കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. ഇതിന് താഴെയാണ് ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിങ് വരുന്നതെങ്കിൽ ഞാൻ ആ സമയത്ത് താഴത്തെ ലെവൽസ് വരയ്ക്കാം. അപ്പം ഇതിനിടയ്ക്കുള്ളൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ട് ഈ ഭാഗത്തുള്ളൊരു സൈഡ് വേസ് മാർക്കറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനപ്പുറത്ത് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാം. മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 25,553, 25,571. താഴോട്ടുള്ള ലെവൽ 25,462, 436. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള ലെവൽസ് താഴോട്ട് 25,480 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 406 വരെ പറഞ്ഞിട്ടുണ്ട്. 406. അപ്പം ഇത് ബ്രേക്കൗട്ട് കിട്ടിയാലും 400, 406 ലെവൽസ് നോക്കുക. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം, ഈ 400, 406 ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഒരു 300, 340, 20 വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. അപ്പോൾ 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് ഐ ഡി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 5 ഇയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.